പ്രണയത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു, എനിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഉള്ള ആളും അങ്ങനെ തന്നെയാണ്, ജഗത്. എങ്ങനെയുണ്ട് ഇലയിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രണയം? കാരണം ഞാൻ ഇലയിക്കുട്ടൻ അകത്തായിരിക്കും കാണുമ്പോൾ തന്നെ ജഗത് അത്രമാത്രം കെയർ ചെയ്യും അമലേനെ. നമ്മളിങ്ങനെ വാലയടുത്ത് പറഞ്ഞില്ല, കൈക്കുള്ളിൽ കൊണ്ട് നടക്കുക അല്ലേ അമല? അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ എങ്ങനെയാണത്? ജഗത്തിന്റെ ഒരു ഇച്ചിരി സ്നേഹം ഇലയിക്കുട്ടനോട് കൂടുതലുണ്ടോ? ഞങ്ങൾ രണ്ടുപേരെയും കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആള്. ഇലയെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഞങ്ങള് മോർ റൊമാൻറ്റിക് ആയ പോലെ. ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞാൽ കപ്പിൾ തമ്മിൽ ഡിസ്റ്റൻസ് ആവുമെന്നോ. എനിക്കറിയില്ല. എനിക്ക് തോന്നി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ഞങ്ങൾ ഒന്നുകൂടെ ക്ലോസ് ആയെന്നാണ്. ഗോഡ്സ് ഗ്രേസ്. ഒത്തിരി സമയമുണ്ട്, ഇപ്പൊ രാത്രിയൊന്നും ഉറക്കമില്ലല്ലോ. 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അപ്പൊ ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് ബേബീനെ ഞങ്ങളാണ് നോക്കുന്നത്. അപ്പൊ രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആൾ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം കൊച്ചു എണീറ്റ് കഴിയുമ്പം ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്ക് തരും, ഞാൻ ഫീഡ് ചെയ്യും, പിന്നെ ആൾ ഉറക്കും. യുനോ മാറി മാറി ഈക്വലി ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അതിൽ. ആൻഡ് ഹി ലവ്സ് ഇറ്റ്, യുനോ. അപ്പം ഇറ്റ്സ് സോ മച്ച് നൈസ് നൗ, സോ മച്ച് നൈസർ. അതുപോലെ നമ്മൾ അന്ന് സംസാരിക്കുമ്പോഴും യാത്രകൾ അമലയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒപ്പം ജഗത്തിനും. അപ്പൊ ഇനി എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരാളൂടെ വന്നില്ലേ ജീവിതത്തിലേക്ക്, ഇനിയുള്ള യാത്രകൾ എങ്ങനെയായിരിക്കും? ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ഹണിമൂൺ പോലും പോകാൻ പറ്റിയില്ല, പെട്ടെന്ന് പ്രഗ്നന്റും ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഹണിമൂണും ബേബി മൂണും പിന്നെ ഇല്ലായുടെ ഫസ്റ്റ് ട്രിപ്പും എല്ലാം കൂടെ ഒരു 1 month ബാലിയിലോ എവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ബാലി. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് ബാലി. അപ്പം ഒരു ബാലിക്ക് ഒരു ട്രിപ്പ് പോകാനാണ് പ്ലാൻ. എങ്ങനെയുണ്ട് കുഞ്ഞുത്തുള്ള ഒരു ജീവിതം? എങ്ങനെയുണ്ട്? അടിപൊളി, ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമുക്ക് എപ്പോഴും എന്താ പറയാ, ഭയങ്കര ഒരു ഹൈ. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ആളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, ഒരു ബോറടി ഇല്ല, ഫുൾ ഹാപ്പിനെസ്. കാരണം നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ തന്നെ അമലയും ജഗത്തും അമ്മയും ആന്റി സുഖമായിട്ടിരിക്കുന്നു. ആന്റിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡും ആണ്, ഫുള്ളി ഇപ്പൊ ആള് ഓക്യുപ്പൈഡും ആയി. അതെ അതെ. പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ മമ്മിയോട് ഇങ്ങനെ പ്രഗ്നന്റ് ആകുമ്പോഴും ആയിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കുമായിരുന്നു, അപ്പൊ എന്റെ ഫിലിംസും ഷൂട്ടൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ നോക്കുമ്പോ അവന് ഞാൻ ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാള്. ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ ആ പ്രഗ്നൻസിയിൽ കാണുമ്പോൾ തന്നെ ആന്റി എത്ര അമലേനെ ടേക്ക് കെയർ ചെയ്യുന്നു, ഒപ്പം വന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഉറപ്പായിട്ട് കുഞ്ഞലേനെ സുഖമായിട്ട് നോക്കാൻ പറ്റും.